ഈ ആയത്തിൽ അള്ളാഹു പറയുന്നതിന് കൃത്യമായ ഉപമയുണ്ട്. ഒരു നാട്ടിൽ, തീരെ വെള്ളമില്ലാത്തൊരു നാട്ടിൽ നല്ല ഒരു അരുവിയുണ്ട്. നല്ലൊരു അരുവി, വെള്ളം വളരെ കുറവാണ്. ആ നാട്ടിൽ നല്ല ശുദ്ധമായ സമ്പൽ സമൃദ്ധായ ഒരു വെള്ളമുള്ള നല്ല ഒരു അരുവി ഒരു നാട്ടിലുണ്ട്. ഒരുപാട് ജനങ്ങൾ ആ അരുവിയിൽ വെള്ളമെടുക്കുന്നു, അവർ കൃഷിക്ക് ഉപയോഗിക്കുന്നു, മറ്റു വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്നു, ഒരുപാട് കൃഷി ചെയ്യുന്നു, ഒരുപാട് സമ്പത്തുണ്ടാക്കുന്നു, വലിയ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നു. ഒരു ഭാഗത്ത് ഇതൊക്കെ നടക്കുമ്പോ മറ്റേ ഭാഗത്ത് ഞാൻ ആ ഭാഗത്തേക്കേ ഇല്ലാന്ന് പറഞ്ഞ് ഒരു മൂലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന വിഭാഗം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വെള്ളമുള്ള കേരളത്തിൽ ഒരു പൊതുകിണറുണ്ടെങ്കിൽ അതിൽ എത്ര മോട്ടർ ഉണ്ടാവും? അങ്ങനെയല്ലേ മനുഷ്യന്റെ കഥ. എന്നാൽ അതേ സമയത്ത് തീരെ വെള്ളമില്ലാത്തൊരു നാട്ടിൽ ആകെ വെള്ളത്തിന് അരുവി ഉണ്ടായിട്ട് അതീ നിൽക്കാൻ എനിക്ക് ആ വെള്ളം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കണവന്റെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും. ഇത് നബിയുടെ ഉദാഹരണമാണ്.